വ്യാജമായിട്ടുള്ള സ്കിൻ കെയർ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ നശിപ്പിക്കല്ലേ. നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പണ്ട് തൊട്ട് തന്നെ ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഒരു രീതിയിലും ദോഷം ഉണ്ടാകുന്നതല്ല. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് കാര്യത്തിലേക്ക് ഞാൻ പോകാം. ഇന്ന് ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ സ്കിൻ ഒരിക്കലും നശിക്കാതിരിക്കാനും സ്കിന്നിന് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നമുക്ക് കൂട്ടുകാരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങൾ എത്തിക്കാനും കൂടി മറക്കല്ലേ. നമ്മളെല്ലാവരും വെളുക്കാൻ വേണ്ടി എളുപ്പം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനുവേണ്ടി കെമിക്കൽ പരമായിട്ടുള്ള ക്രീമുകളൊക്കെ തേച്ച് നമ്മൾ സ്കിൻ വെളുപ്പിക്കാനായിട്ട് നോക്കും. ഇന്ന് പല രീതിയിലും പല സോഷ്യൽ മീഡിയയിലൂടെയും പല ആൾക്കാർ വന്ന് പറയുന്നത് കേട്ട് അതൊക്കെ വിശ്വസിച്ച് നമ്മൾ സ്കിന്നിൽ തേക്കും. അവരോടുള്ള വിശ്വാസം കൊണ്ട് അത് നമ്മൾ മേടിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്കിന്നിന് അത് അനുയോജ്യമാകണമെന്നില്ല. നമുക്ക് 5 തരം സ്കിൻ ടൈപ്പാണ് ഉള്ളത്. നോർമൽ സ്കിൻ, സെൻസിറ്റീവ്, കോമ്പിനേഷൻ, പിന്നെ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ. ഈ 5 തരം സ്കിന്നിനും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടണമെന്നില്ല. റിയാക്ട് ചെയ്യാനും ചാൻസ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അവർ തേച്ചിട്ട് ഇത് കണ്ടോ ഞാൻ വെളുത്ത് എന്ന് പറയുമ്പോൾ അവരെ വിശ്വസിച്ച് നമ്മൾ അത് മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമാകണമെന്നില്ല. അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം 1-2 ദിവസം കഴിയുമ്പോൾ അത് സ്കിൻ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ചില ആൾക്കാരിലാണെങ്കിൽ രോമ വളർച്ച വരെ വരാനും ഇടയാകും. കാരണം നമ്മുടെ സ്കിന്നിൽ തേക്കുന്ന ഏതൊരു കാര്യം സ്കിന്നിൻ്റെ സെല്ലുകളിലൂടെ ഇറങ്ങിച്ചെന്ന് അത് നമ്മുടെ ഉള്ളിലേക്കും ചെല്ലുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുകയും അതുമൂലം സ്കിന്നിന് രോമ വളർച്ച ഉണ്ടാകാനും സ്കിന്നിന് ഇറിറ്റേഷൻ മറ്റുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനും കൂടാതെ തന്നെ സ്കിന്നിന് ഉള്ള നിറവും കുറഞ്ഞു പോകാനും ഒക്കെ ഇടയാകുന്നതാണ്. നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന മെലാസ്മ അതൊരു ബാലൻസ് ചെയ്ത് നിൽക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വിദേശികളെ കണ്ടിട്ടുണ്ടോ? അവരുടെ സ്കിന്നിന് മെലാസ്മ ഇല്ലാത്തത് കൊണ്ടാണ് വിളറി വെളുത്ത ആ ഒരു നിറം നിൽക്കുന്നത്. അവരങ്ങ് വെളുത്ത് വിളറി നിൽക്കുന്ന പോലെ നമുക്കാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് മുന്നോട്ട് ചെല്ലും തോറും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ സ്കിൻ അത് റിയാക്ട് ചെയ്യാനും ഒക്കെ ഇടയാകും. സ്കിന്നിൻ്റെ ഉപരിതലത്തിൽ, അതായത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ മുകളിൽ കാണുന്ന തൊലി പിഴുതു മാറ്റിയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ നിറം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നിറം എന്ന് പറയുന്നത് അത് നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലിന് വളരെ രീതിയിൽ ദോഷം ഉണ്ടാകുന്നതാണ്. പണ്ടുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സ്കിന്നിന് നിറം നൽകാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, പിന്നെ കൂടാതെ തന്നെ മുൾട്ടാണി മിട്ടിയൊക്കെ. ഇന്നത്തെ കാലത്ത് എല്ലാവരും എളുപ്പമാർഗങ്ങളും ഒക്കെ അന്വേഷിച്ച് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്കൊക്കെ ചെന്ന് ചാടുന്നത്. നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. പണ്ടൊക്കെ എല്ലാവരും ഫേഷ്യൽ ചെയ്യാൻ വരുന്നത് മാസത്തിലൊരിക്കലോ ഒക്കെ ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ്. ഇപ്പോഴത്തെ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കണം റിസൾട്ട്. പണ്ടൊക്കെ ഫേഷ്യൽ ചെയ്യുന്നത് മാസത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ടൊക്കെയാണ് ഫേഷ്യലൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. എല്ലാവർക്കും സ്കിൻ നല്ല പോലെ ശ്രദ്ധിക്കും. പക്ഷെ അതുകൊണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് എന്താണ്, വിപണിയിൽ കിട്ടുന്ന ക്രീമുകളൊക്കെ മേടിച്ച് സ്കിന്നിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്കിന്നിനോടുള്ള സ്നേഹം കൊണ്ടല്ല, വെളുത്തിട്ടങ്ങ് പാറാൻ വേണ്ടി. നമുക്ക് വെളുപ്പല്ല ആഗ്രഹിക്കേണ്ടത്. സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽത്തി സ്കിൻ, കൂടാതെ തന്നെ ചുളിവോ ഒന്നും വീഴാതിരിക്കാനായിട്ടാണ് നോക്കേണ്ടത്. നിങ്ങളിപ്പോൾ ആലോചിക്കും, നിങ്ങളൊരു ബ്യൂട്ടീഷ്യനായിട്ട് നിങ്ങളുടെ വീഡിയോസിലൂടെ ചെയ്യുന്നത് മൊത്തം വെളുത്തിട്ട് പാറാനുള്ള കാര്യങ്ങളില്ലയോ? നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്ന സമയത്ത് ഞാൻ അതിൽ പറയുമ്പോൾ തമ്പലൈനിൽ നിങ്ങൾക്ക് ആകർഷിതമായി കൊടുത്താലേ നിങ്ങളത് കാണുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും വന്ന് കാണില്ല. നമ്മൾ ഏതൊരു കാര്യം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ അത് മുന്നോട്ട് നിലനിർത്തണമെങ്കിൽ 1-2 ആഴ്ചയെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരു ദിവസം ഇപ്പം ഒരാഴ്ച കൊണ്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വന്ന് കാണില്ല. നിങ്ങൾക്കൊക്കെ എളുപ്പം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ തമ്പലൈനിൽ പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അത് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാക്കി നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി. കാണുമ്പോഴോ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് വെളുക്കാനുള്ള കാര്യം പെട്ടെന്ന് കിട്ടണം, അതായത് സായിപ്പന്മാരെ പോലെ കിട്ടും എന്ന് പറഞ്ഞിട്ട് പല പല ക്രീമുകൾ ഓരോ ദിവസം മാറ്റി മാറ്റി കാണുന്നത് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം. അവർ പല ക്രീമുകളും നമ്മളിലേക്ക് എത്തിക്കും. അതിനകത്ത് പല കാര്യങ്ങളും ചേർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യുന്നത് പല രോഗങ്ങളിലേക്കും വരെ നമ്മൾ ചെന്നെത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ ആ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പം ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ഒരു ഡോക്ടറിൻ്റെ അടുക്ക് പോവുക. അതല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുക്ക് ചെല്ലുന്ന സമയത്ത് അവർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ ഒക്കെ പറയും. ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ വന്നിട്ട് നിങ്ങളിലേക്ക് സൺസ്ക്രീം പലതും പറഞ്ഞു തരുന്നുണ്ടല്ലോ. അത് നിങ്ങൾ കണ്ട് പലരും മേടിച്ചിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് അത് മാറ്റിരിപ്പുണ്ടോ വലിയ വലിയ വില കൊടുത്തിട്ടുള്ള സൺസ്ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യരശ്മികളിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൺസ്ക്രീമുകൾ ഉപയോഗിക്കുന്നത്. സൺസ്ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചുള്ള സൺസ്ക്രീം നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അത് 1-2 സൺസ്ക്രീം നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഏജിനനുസരിച്ചായിരിക്കും ചില സൺസ്ക്രീമുകൾ നമുക്കത് സൂട്ട് ആവുന്നത്. ഇപ്പോൾ 18 വയസ്സ് തൊട്ടുള്ളവർക്ക് നോർമൽ അതിൻ്റെതായ രീതിയിലുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു 20-28 വയസ്സ് 30 വയസ്സ് അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ ഓരോ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പലരും സ്കിൻ ഒന്ന് ചുളിവ് വീഴുന്ന സമയത്താണെങ്കിലും ഒക്കെ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് കെമിക്കൽ ക്രീമുകൾ മേടിക്കാൻ നോക്കും. നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ വീഴാൻ തുടങ്ങും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. അപ്പോൾ കെയർ ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ക്രീമുകളല്ല സ്കിന്നിൽ തേക്കേണ്ടത്. അതിന് നമുക്ക് എപ്പോഴും നല്ലത് വെള്ളം നല്ലപോലെ കുടിച്ച് നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് പാല് നല്ലോണം കുടിക്കുക. പിന്നെ കൂടാതെ തന്നെ ജ്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് തരം ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് എക്സെട്ര നിങ്ങൾക്ക് ജ്യൂസുകൾ കുടിക്കാം. അതായത് നമ്മുടെ 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് സ്കിന്നിന് ചെറിയ രീതിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ചെറിയ രീതിയിൽ റിങ്കിൾസ്, ചിലർക്ക് 28 വയസ്സ് 27 വയസ്സ് തൊട്ട് തുടങ്ങും. പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. 19 വയസ്സ് തൊട്ട് ഇപ്പോൾ ചുളിവ് സ്കിന്നിൽ കാണാൻ തുടങ്ങുന്നുണ്ട്. കാരണം സ്കിന്നിൽ ചെയ്യുന്ന അമിതമായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളുടെ ഉപയോഗവും ക്രീമുകളുടെ ഉപയോഗവും, അതായത് വെളുക്കാൻ തേക്കുന്ന ക്രീമുകളുടെ ഉപയോഗം കൊണ്ടുമൊക്കെ സ്കിന്നിന് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞാനൊരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ഒരിക്കലും അമിതമായിട്ട് മേക്കപ്പ് ചെയ്ത് സ്കിന്നിനെ നശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷാലും ഒരിക്കലും കെമിക്കൽ ക്രീമുകളുടെ പുറകിന് പോയിട്ട് ചതിക്കുഴികൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യനാണ്. ഇപ്പോൾ ഫേഷ്യൽ ആണെങ്കിൽ ചെയ്യുമ്പോഴും അതിനകത്ത് ചെറിയ രീതിയിൽ കെമിക്കലുകൾ ഉള്ളതാണ്, അതും നമുക്കറിയാം. അപ്പോൾ അവരാരും ഡെയിലി അല്ല ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പിന്നെ ചെറിയ രീതിയിൽ മനസ്സൊന്ന് റിലാക്സ് ആവാനൊക്കെ വേണ്ടി മാസത്തിലൊരിക്കൽ വന്ന് ഫേഷ്യലൊക്കെ ചെയ്യുന്നത്. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ സ്കിന്നിന് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നാച്ചുറലായിട്ട് അതിനകത്ത് ജലാംശമുണ്ട്, അതൊക്കെ നശിച്ചു പോകും. നമ്മുടെ ക്രീമിനകത്ത് പല കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സ്കിന്നിൻ്റെ സെൽസിനെ നശിപ്പിച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ആ ഒരു നിറമുണ്ടല്ലോ അതെല്ലാം ഇല്ലാതെയാക്കിയിട്ട് കെമിക്കലായിട്ടുള്ള കളർ വെപ്പിക്കുമ്പോൾ സ്കിന്നിൻ്റെ സെൽസൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ ക്രീമുകൾ തേക്കാതിരിക്കുക. മറ്റുള്ളവർ പറയുന്നത്, ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു മേഖലയുമായിട്ട്, അതായത് ബ്യൂട്ടിപരമായിട്ട് ഒരു ബന്ധവും പോലും അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ വന്നിട്ടാണ് ബ്യൂട്ടി ക്രീമുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളിലേക്ക് അത് പറയുന്നില്ല. ഞാനിത് തേച്ചിട്ടാണ് വെളുക്കുന്നത്, ഞാനിത് തേച്ചിട്ടാണ് പുറത്തു പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീണ് രോഗങ്ങൾക്ക് അടിമയാകാതിരിക്കുക. ഒരു നല്ലതെന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ തേക്കാം. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ ചില ആൾക്കാർക്ക് സ്കിൻ ടൈപ്പുകാർക്ക് അലർജി ഉള്ളവരുണ്ട്, അപ്പോൾ അവർക്ക് രക്തചന്ദനം തേക്കാം. അതല്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ, ഓറഞ്ച് കിട്ടുന്ന സമയത്ത് അത് കളയാതെ അത് ഉണക്കി പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ, പണ്ടത്തെ കാലത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് കടലമാവും ചെറുപയർ പൊടിയും ചേർത്ത് പൊടിച്ച് വെറും നോർമലായിട്ട്, അതായത് നമ്മുടെ സ്കിന്നിന് ഒരു രീതിയിലും പോറലേൽക്കാത്ത രീതിയിൽ പൊടിച്ച് നല്ല വെറും പൗഡർ രീതിയിലാക്കിയിട്ടുള്ള ആ ഒരു പൗഡറൊക്കെ തേക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ സ്കിന്നിന് ചെയ്യാം. അല്ലാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് സ്കിന്നിനെ നശിപ്പിക്കാതിരിക്കുക. ഞാൻ കുറഞ്ഞത് മാത്രം ഉപയോഗിക്കാനായിട്ടൊക്കെ നോക്കുക. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, ഓ നീ തെള്ളാൻ വന്നിരിക്കുകയാണെന്ന്. ഒരിക്കലുമല്ല. എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്. ഇതിൻ്റെ നല്ല രീതിയിൽ നിലനിർത്താനൊക്കെ വേണ്ടിയുള്ള ആയുർവേദികപരമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വലിയ വിപണിയിൽ കിട്ടുന്ന ക്രീമുകളോ ഒന്നും മേടിച്ച് ഞാൻ നിങ്ങളിലേക്ക് വന്ന് ഷെയർ ചെയ്തിട്ടില്ല. ഇങ്ങനെയുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ പണം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് നിങ്ങളോട് വന്ന് പറയാം. പക്ഷെ ഒരിക്കലും എനിക്ക് അങ്ങനെയുള്ള പണം വേണ്ട. കാരണം നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ചതിച്ചിട്ടുള്ള ഒരു രീതിയിലുമുള്ള ഒരു കാര്യം എനിക്ക് വേണ്ട എന്നുള്ള
ആഗ്രഹമുള്ളത്. അതുകൊണ്ടാണ് പ്രകൃതിദത്തമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം വന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഫേഷ്യൽ ചെയ്യുന്നതിന് ഇപ്പം പാർലറിലാണെങ്കിലൊക്കെ ഫേഷ്യൽ ചെയ്യുന്നത് അതിൻ്റെതായ ഒരു സ്റ്റെപ്പുണ്ട്. ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ ഫേഷ്യൽ ചെയ്താലേ നമ്മുടെ സ്കിന്നിന് തൂങ്ങാതിരിക്കുള്ളൂ. നമുക്ക് ഫേഷ്യലിൻ്റെ ആ ഒരു സ്റ്റെപ്പൊന്നും അറിയാതിരുന്നാൽ നമുക്ക് ആ ഒരു നമ്മുടെ സ്കിന്ന് തൂങ്ങാനും ഒക്കെ ഇടയാകും. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ ഒരു 15-20 മിനിറ്റത്തേക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയാണ് പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സെലൂണിലൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് റിലാക്സ് ആയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഇത് പറയുകയാണ്, ഞങ്ങൾക്ക് ഇപ്പം പാർലറിൽ വരുന്ന കസ്റ്റമറിൻ്റെ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കൈ ഒരിക്കലും ഹീറ്റ് ആവാൻ പാടില്ല. കസ്റ്റമറിന് അതൊരു ഡിസ്കംഫർട്ടബിൾ ആവും. അപ്പം നമ്മൾ കൈ നല്ലപോലെ ഐസ് വാട്ടറിൽ മുക്കി കൈ നല്ല ഇതാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ. പക്ഷേ ഞാൻ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഫേഷ്യൽ കൈ ചെയ്ത് കൈക്കകത്ത് പിന്നീട് ചൂട് വരില്ല. അപ്പം നമ്മൾ ആ ഒരു ഇതുമായിട്ട് കൈ പൊരുത്തപ്പെട്ട് വരും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഈ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞെന്ന് പറയുന്നത്, പണ്ടൊക്കെ കൂടുതലും ആൾക്കാർ മാസത്തിലാണ് സെലൂണിൽ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്തത്. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഇന്നത് തേക്ക്, അങ്ങനെ തേക്ക്, ഇങ്ങനെ തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയും ഈ പ്രോഡക്റ്റ് നല്ലതാണ്, ആ പ്രോഡക്റ്റ് നല്ലതാണ്, ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ നല്ലതാണ്, അങ്ങനെ പലതുണ്ട്. നിങ്ങൾ ഇതെല്ലാം വില കൊടുത്ത് മേടിച്ച് നിങ്ങൾ അലമാരി വെക്കും, അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഇടും. റെഗുലറായിട്ട് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അത് കുറച്ച് നേരം നിൽക്കണം. അതായത് 24 അവർ നിൽക്കണമെങ്കിലോ 6 അവർ 7 അവർ നിൽക്കണമെങ്കിലും അതിനകത്ത് എന്തുമാത്രം കെമിക്കൽ ചേർന്നിട്ടായിരിക്കും അത് നമ്മുടെ സ്കിന്നിൽ അത് നിലനിർത്തുന്നത്. അപ്പം കുറച്ച് നേരം നിൽക്കാൻ വേണ്ടി ചെയ്യും. അപ്പോൾ ആ ഒരു സെറ്റിംഗ് സ്പ്രേക്കകത്ത് നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം റിയാക്ട് ഉണ്ടാവുന്നതെന്നറിയോ? അതൊക്കെ നിങ്ങൾ അറിയാതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യും. അമിതമായിട്ട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ കൺമഷി, നമ്മൾ പണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൺമഷിയാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഐലൈനർ, മസ്കാര, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ റെഗുലറായി ഉപയോഗിക്കുമ്പോൾ അണ്ടർ ഐസിൽ, അതായത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കൂടുതലായി കണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ കണ്ണിന് പല രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ഞാനിപ്പം ലിപ് ഗ്ലോസ് ആണ് ഇട്ടേക്കുന്നത്. അത് നമുക്ക് ആ ഒരു തുണി വെച്ച് അടച്ച് അങ്ങ് പോകും. ഇപ്പം 6 അവർ 7 അവർ നിൽക്കുന്ന ലിപ്സ്റ്റിക്കുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് അതായത് നമ്മുടെ ലിപ് സ്കിന്നിന് അത്ര നല്ലതല്ല. അത് നമ്മുടെ ലിപ് സ്കിന്നിന് ദോഷം ഉണ്ടാവുകയും നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ അറിയാതെ പോലും എന്തെങ്കിലും വെള്ളം കുടിക്കുമ്പോഴൊക്കെ അകത്തേക്ക് ചെന്നിട്ട് ക്യാൻസർ രോഗം വരെ വരാനും ഇടയാകുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെയും നിങ്ങളുടെ ഹെൽത്തും നല്ല രീതിയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്ന സമയത്ത് നോർമൽ രീതിയിലുള്ള മേക്കപ്പോ ക്രീമോ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ടൊക്കെ നോക്കുക. പെൺകുട്ടികളാണ്, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത് നോർമൽ രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അല്ലാതെ ഹെവി മേക്കപ്പുകളൊന്നും ദയവ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ ചെയ്ത് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വിശദമായി പറയണമെങ്കിൽ ഇത്രയും ഒരു വീഡിയോയ്ക്ക് ലെങ്ത് തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു കാര്യവും മനസ്സിലാക്കില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ നിലനിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും കൂട്ടുകാർ, നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.